വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിവാമിസാണ്. നോ അവർ ലാൻഡ്, നാടറിയാം എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ്റ്റോട് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയ. ഈ 3 എന്താ നമ്മുടെ ഡിവിഷൻസ്. ലൈക്ക് കേരളത്തിന്റെ ഫിസിയോഗ്രഫിയെ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാ? മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശം എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ: കേരളത്തിലെ പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ ഏതൊക്കെയാ? 2 റെയിനി സീസൺസ് ആണുള്ളത്. ഏതൊക്കെയാ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷം അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്നീ 2 തരത്തിലുള്ള മഴക്കാലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞു? നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ മണ്ണിനങ്ങളാ? ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട് അല്ലെ, ചെങ്കൽ മണ്ണ്, റെഡ് സോയിൽ അല്ലെ, ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് എന്നൊക്കെ പറയും. അലൂവിയൽ സോയിൽ, എന്താണ് അലൂവിയൽ? എക്കൽ മണ്ണ് എന്നൊക്കെ പറയും. ഫോറസ്റ്റ് സോയിൽ, വനമണ്ണ്. ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയായിരുന്നു? ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ് അല്ലെ. അങ്ങനത്തെ ഒരുപാട് മണ്ണുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എന്തൊക്കെയാ നമ്മുടെ വാട്ടർ ലൈൻ? നമുക്കറിയാം, നമ്മുടെ ജലം മലിനീകരണമാവുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാ? നമുക്ക് കണ്ടൽ കാടുകൾ ഉണ്ടാക്കാം അല്ലെ, കണ്ടൽ കാടുകൾ സൃഷ്ടിക്കാം. കല്ല് കയ്യാല ഉണ്ടാക്കാം. ടെറസ് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? തട്ട് കൃഷി അല്ലെ. വാട്ടർ മാനേജ്മെന്റ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ വാട്ടറിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള എന്ത് മെഷേഴ്സും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എന്തൊക്കെയാണ് വാട്ടർ നാച്ചുറൽ റിസോഴ്സസ്? എന്തൊക്കെയാണ് ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ കേരളം തന്നെ 2018 പ്രളയം വന്നപ്പോൾ ഭയങ്കര സീനൊക്കെ ഇല്ലായിരുന്നോ? അപ്പൊ എന്തൊക്കെയാ ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് ഫ്ലഡ് കൂട്ടാം അല്ലെ. പ്രളയമുണ്ട്, ചുഴലിക്കാറ്റിലെ സൈക്ലോൺ ഉണ്ട്, വൈൽഡ് ഫയർ, കാട്ടുതീ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ. ഇതൊക്കെ എന്താണ്? നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതേപോലത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയാം. ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.